ക്രിസ്മസ് കഥയിലെ ആട്ടിടയന്മാർ ലാളിത്യത്തിന്റെ സൗന്ദര്യത്തെക്കുറിച്ചും ദൈവത്തെ ഉൾക്കൊള്ളുന്നതിനെ കുറിച്ചും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ലൂക്ക 2:8 മുതൽ 20 വരെയാണ് മാലാഖമാരിൽ നിന്ന് യേശുവിന്റെ ജനനത്തെക്കുറിച്ചുള്ള സന്തോഷ വാർത്ത ആദ്യം അവർ കേട്ടത്. സമൂഹത്തിൽ താഴ്ന്നവരായി കണക്കാക്കപ്പെട്ടിരുന്നെങ്കിലും ഈ സന്തോഷ നിമിഷത്തിന് സാക്ഷികളാകുവാൻ അവർ തിരഞ്ഞെടുക്കപ്പെട്ടു. സ്ഥാനമാനങ്ങൾ പരിഗണിക്കാതെ ദൈവത്തിന്റെ സ്നേഹം എല്ലാവരിലേക്കും ചൊരിയപ്പെടുന്നു എന്നത് ഇതിലൂടെ നമുക്ക് വ്യക്തമാണ്. ദിവ്യ ശിശുവിനെ ദർശിച്ചതിനു ശേഷം ഇടയന്മാർ മറ്റുള്ളവരുമായി രക്ഷയുടെ സന്ദേശം പങ്കുവെച്ചുകൊണ്ട് സുവാർത്തയുടെ ആദ്യ സന്ദേശവാഹകരായി. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ വെളിച്ചം പരത്തുവാനും വിനയം സ്വീകരിക്കുവാനും വിശ്വാസത്തോടെ ജീവിക്കുവാനും ഈ ഇടയന്മാരുടെ കഥ നമുക്ക് പ്രചോദനമേകുന്നു. സാധാരണമായതിൽ അസാധാരണമായവ കാണുവാനും എല്ലാവരോടും സ്നേഹത്തിന്റെയും പ്രത്യാശയുടെയും സന്ദേശം പകർന്നു നൽകുവാനും ഈ ക്രിസ്മസ് കാലം നമ്മെ അനുഗ്രഹിക്കട്ടെ.